ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ടസ്കന്ധം 7-ാം അധ്യായം. രാജോവാച ഖസ്യ ഹേതോ പരിത്യക്ത ആചാരീണാത്മനഃസുരാഃ ഏതദാ ചക്ഷു ഭഗവാൻ ശിഷ്യാണാമക്രമം ഗുരോ. രാജാവ് ചോദിച്ചു, ഹേ സർവജ്ഞനായുള്ളവനെ, സ്വശിഷ്യന്മാരായ ദേവന്മാരെ എന്തു കാരണത്തിലാണ് ഭഗവാൻ ബൃഹസ്പതി ഉപേക്ഷിച്ചത്? ശിഷ്യന്മാർ ഗുരുവിൻ്റെ നേരെ പ്രവർത്തിച്ച ആ അക്രമത്തെ അങ്ങരുളി ചെയ്യണം. ശ്രീ ശുക ഉവാച ഇന്ദ്രസ്ത്രിഭുവനൈശ്വര്യമതോല്ലംഘിത സത്പദഃ മരുദ്ഭിർവസുഭിരുദ്രൈരാദിത്യൈർഋഷുഭിർനൃപ വിശ്വദേവൈശ്ച സാധ്യൈശ്ച നാസത്യാഭ്യാം പരിസൃതഃ സിദ്ധചാരണഗന്ധർവൈർമുനിഭിർബ്രഹ്മവാദിഭിഃ വിദ്യാധര അപ്സരോഭിശ്ച കിന്നരൈ പദഘോരകൈഃ നിഷേവ്യമാണോ ഭഗവാൻ സ്തൂയമാനാശ്ച ഭാരത ഉപഗീയമാനോ ലളിതമാസ്ഥാനാധ്യാസനാശ്രിതഃ പാണ്ഡുരേണാതപത്രേണ ചന്ദ്രമണ്ഡലചാരുണ യുക്തശ്ചാന്യൈ പരമേഷ്ട്യൈശ്ചാമരവ്യജനാദിഭിഃ വിരാജമാന പൗലോമ്യ സഹാർദാസനയാ വൃശം. ഹേ രാജൻ, ത്രിലോകങ്ങളുടെ അധിപൻ താനെന്നുള്ള അഹങ്കാരത്താൽ ഇന്ദ്രൻ സദാചാരത്തെ അതിക്രമിച്ചതാണ് ഗുരു പരിത്യജിപ്പാൻ കാരണം. ഒരു നാൾ ദേവേന്ദ്രൻ എല്ലാ പദവികളെയും പ്രകാശിപ്പിച്ചും കൊണ്ട് ആസ്ഥാനത്തിലുള്ള സിംഹാസനത്തിലിരിക്കുന്നു. മരുദ്ദേവന്മാർ, അഷ്ടവസുക്കൾ, രുദ്രന്മാർ, ആദിത്യന്മാർ, ഋഭുക്കൾ, വിശ്വദേവന്മാർ, സാധ്യന്മാർ, നാസത്യന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, വേദമുച്ചരിക്കുന്ന മുനിമാർ, വിദ്യാധരന്മാർ, അപ്സരസ്സുകൾ, കിന്നരന്മാർ, പതകങ്ങൾ, ഉരകങ്ങൾ ഇവരെല്ലാവരും 4 ഭാഗത്തു നിന്ന് സ്തോത്രങ്ങൾ, ഗാനങ്ങൾ എന്നിവ ചെയ്ത് സേവിക്കുന്നു. ചന്ദ്രമണ്ഡലം പോലെ മനോഹരമായ വെൺകൊറ്റക്കുട, ആലവട്ടം, വെഞ്ചാമരം മുതലായ മഹാരാജ ചിഹ്നങ്ങളോടും അർദ്ധാസനത്തിലിരിക്കുന്ന ഇന്ദ്രാണിയോടും കൂടി സഭയിൽ ഇരിക്കുകയായിരുന്നു ഇന്ദ്രൻ. സയദാ പരമാചാര്യം ദേവാനാം ആത്മനശ്ചഃ നാഭ്യനന്ദത സംപ്രാപ്തം പ്രത്യുത്താനാസനാദിഭിഃ. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ അവിടെ തൻ്റെയും സകല ദേവന്മാരുടെയും പരമഗുരുവായ ബൃഹസ്പതി വന്നു. അപ്പോൾ എഴുന്നേൽക്കുക, എതിരേൽക്കുക, ആസനം നൽകുക എന്നിങ്ങനെയുള്ള മര്യാദകളോടുകൂടി സൽക്കരിച്ചില്ല. വാചസ്പതി മുനിവരം സുരാസുര നമസ്കൃതം നോചാലാസനാദിന്ദ്രഃ പശ്യന്നഭിസമാഗതം. ദേവന്മാരാലും അസുരന്മാരാലും നമസ്കരിക്കപ്പെടുന്ന മുനിവരനായ ബൃഹസ്പതി കരുണയോടുകൂടി സഭാമധ്യത്തിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടും ഇന്ദ്രൻ സിംഹാസനത്തിൽ തന്നെ ഇരുന്നു, ഇളകുകയുണ്ടായില്ല. തതോ നിർഗത്യ സഹസാ കവിരാംഗിരസപ്രഭുഃ ആയയോ സ്വഗൃഹം തൂഷ്ണീം വിദ്വാൻ ശ്രീമദവിക്രിയാം. ഉടനെ ബൃഹസ്പതി ആ സ്ഥലം വിട്ട് സ്വഭവനത്തിൽ ചെന്ന് സ്വസ്ഥനായിരുന്നു. ഇന്ദ്രനെ ശപിക്കുവാൻ ശക്തനാണെങ്കിലും അത് ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ ഐശ്വര്യം അധികരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ മാതിരി വികാരങ്ങളെക്കുറിച്ച് അറിവുള്ളതുകൊണ്ടും ഇതുനിമിത്തം ഭാവിയിൽ ചില വിശേഷ ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ദീർഘദർശന ശക്തി ഉണ്ടായിരുന്നതുകൊണ്ടും ആ സമയത്ത് മൗനം ദീക്ഷിച്ചതേയുള്ളൂ. തർഹ്യേവ പ്രതിബുദ്ധ്യേന്ദ്രോ ഗുരുഹേളനമാത്മനഃ ഗർഹയാമാസ സദസി സ്വയമാത്മാനമാത്മന. താൻ ഗുരുവിനെ നിന്ദിച്ചു പോയെന്ന ബോധം അപ്പോൾ തന്നെ ഇന്ദ്രനുണ്ടായി. മറ്റാരും പ്രേരിപ്പിച്ചിട്ടല്ല, സ്വയമേവ സദസ്സിൽ വെച്ചു തന്നെ താൻ തന്നെ നിന്ദിച്ചു. അഹോബദമമാസാധു കൃതം വൈദബ്രബുദ്ധിന എന്മയൈശ്വര്യമത്തേന ഗുരുസദസികാത്കൃതഃ. ഇന്ദ്രൻ്റെ പശ്ചാത്താപം, കഷ്ടം, എൻ്റെ പ്രവൃത്തി നിന്ദിക്കത്തക്കതായിപ്പോയി. എന്തുകൊണ്ടെന്നാൽ സഭയിൽ വെച്ച് തന്നെ ഞാൻ ഗുരുവിനെ നിന്ദിച്ചു. അതിനു കാരണം ഐശ്വര്യം നിമിത്തം എന്നെ ബാധിച്ച മതം തന്നെ. അത്രയ്ക്ക് മാത്രം ഞാൻ വിചാരശൂന്യനായി ഭവിച്ചുവല്ലോ. കോ ഗൃദ്യേത് പണ്ഡിതോ ലക്ഷ്മീം ത്രിവിഷ്ടപദേരഭി യയാഹമാസുരം ഭാവം നീതോദ്യ വിബുധേശ്വരഃ. 3 ലോകങ്ങൾക്കും അധിപൻ തന്നെ ഞാനെങ്കിലും എൻ്റെ ഐശ്വര്യം നിമിത്തമുണ്ടാകുന്ന മതത്തെ അറിയുവാൻ ശക്തനായ ഏതെങ്കിലും ഒരു വിദ്വാൻ ആഗ്രഹിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ സത്വഗുണപ്രധാനികളായ ദേവന്മാരുടെ സ്വാമിയായ ഞാൻ ഇപ്പോൾ ആ ഐശ്വര്യ മതം നിമിത്തം അസുരന്മാർക്കുചിതമായ കർമ്മമല്ലേ ചെയ്തത്. ഇത്രത്തോളം വികാരത്തെ ജനിപ്പിക്കുന്നതിന് ശക്തിയുള്ള എൻ്റെ ഐശ്വര്യത്തെ അറിവുള്ള ഒരുവനും ആഗ്രഹിക്കാതിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആഗ്രഹിക്കാതിരിക്കുക തന്നെ വേണം.
ഏ പാരമേഷ്ട്യം ധിഷണം അതിതിഷ്ഠന്ന കഞ്ചന പ്രത്യുത്തിഷ്ഠേതി ബ്രൂയുർധർമ്മം തേന പരം വിദുഹു. രാജാവിന് ഉചിതമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരെയും എതിരേൽക്കരുത് എന്നുള്ള ശാസ്ത്രപ്രകാരം സദസ്സിലിരിക്കുന്ന ത്രിലോകാധിപനായ ഞാൻ എഴുന്നേറ്റ് ബഹുമാനിക്കാത്തതിൽ കുറ്റമില്ല എന്ന് സമാധാനിപ്പാൻ അവകാശമില്ല. എന്തുകൊണ്ടെന്നാൽ പരമോത്കൃഷ്ടമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ യാതൊരുവിനെയും എഴുന്നേറ്റ് വണങ്ങുകയോ എതിരേൽക്കുകയോ ചെയ്യരുതെന്ന് യാതൊരുത്തർ പറയുന്നുവോ അവർ പരമധർമ്മത്തെ അറിഞ്ഞവരല്ല. ബ്രാഹ്മണം കുലസമ്പന്നം ഭക്തം വിഷ്ണോർ മഹാത്മനഃ ആയാന്ത്യം വീക്ഷ നോത്തിഷ്ഠേത് സ ദുഃഖൈ പരിഭൂയതേ. കുലോചിത ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന വിഷ്ണുഭക്തനായ ബ്രാഹ്മണൻ്റെ ആഗമനം കണ്ടിട്ട് എഴുന്നേൽക്കാത്തവന് അനേക ദുഃഖങ്ങൾ വന്നുചേരും എന്നുള്ള വിധി പരമധർമ്മത്തെ ആസ്പദിച്ചിരിക്കയാൽ ബ്രാഹ്മണനെ എല്ലാവരും വന്ദിക്കണം. തേഷാം കുപദദേഷ്ട്രൂണാം പദതാം തമസിഹ്യതഃ യേ ശ്രദ്ധദ്യുർവജസ്തേ വൈ മജ്ജന്ത്യശ്മപ്ലവായിവ. മുകളിൽ വിവരിച്ച വിധം സദാചാരത്തിന് വിരോധമായത് ഉപദേശിക്കുന്നവരുടെ വാക്കിനെ ഏതൊരുത്തർ വിശ്വസിക്കുന്നുവോ ഉപദേശിക്കുന്ന ആ ആചാര്യന്മാരും അവരെ അനുസരിക്കുന്ന ജനങ്ങളും കല്ലുകൊണ്ട് നിർമ്മിച്ച തോണിയും അതിലിരിക്കുന്നവരും സമുദ്രത്തിൽ മുങ്ങി നശിക്കുന്നത് പോലെ നരകത്തിൽ വീണു ദുഃഖിക്കും. അദാഹമരാചാര്യ മഖാദധിഷണം ദ്വിജം പ്രസാദയിക്ഷ്യേ നിഷടഃ ശീർഷ്ണാത്തച്ചരണം സ്പൃശൻ. ഇങ്ങനെ പരിതപിച്ച ശേഷം കൃത്യത്തെ നിശ്ചയിക്കുന്നു. എൻ്റെ പ്രവൃത്തി കുറ്റകരമായതുകൊണ്ട് ദേവാചാര്യനും സർവജ്ഞനുമായ ആ ബ്രാഹ്മണൻ്റെ പാദത്തിൽ നമസ്കാരം ചെയ്ത് പ്രസാദിപ്പിക്കേണ്ടത് എൻ്റെ ധർമ്മമാകുന്നു. ഞാൻ ചെയ്തത് കുറ്റകരമായിരിക്കെ അത് കുറ്റമല്ല ശ്ലാഘ്യം തന്നെ എന്ന് ശഠിപ്പാൻ ഞാൻ ഒരുക്കമല്ല. ഏവം ചിന്തയതസ്തസ്യ മഖോനോ ഭഗവാൻ ഗൃഹാത് ബൃഹസ്പതിർഗതോ ദൃഷ്ടാം ഗതിമധ്യാത്മമായയാ. സദസ്സിലിരുന്ന് ദേവേന്ദ്രൻ ഇപ്രകാരം ചിന്തിച്ചതിനെ സർവജ്ഞനായ ബൃഹസ്പതി അറിഞ്ഞതിനാൽ തൻ്റെ മായാപ്രഭാവത്താൽ അദൃശ്യഗതിയെ പ്രാപിച്ചു. ഗുരോർനാദിഗത സംജ്ഞാം പരീക്ഷൻ ഭഗവാൻ സ്വരാട് ധ്യായന്തിയാസുരേർയുക്തഃ ശർമ്മനാലപദാത്മനഃ. സർവ്വദേവാധിപനും ഐശ്വര്യാധിപതിയുമായിരിക്കുന്ന ഇന്ദ്രൻ പല ദിക്കിലും തിരിഞ്ഞിട്ടും ഗുരുവിൻ്റെ വാസസ്ഥാനം അറിയാത്തതുകൊണ്ട് ദേവന്മാരോട് കൂടി ചേർന്ന് ചിന്തിച്ചിട്ടും മനസ്സിന് സ്വാസ്ഥ്യം ലഭിച്ചില്ല. തശ്രുത്വൈവാസുരാ സർവേ ആശ്രിത്യൗശനസമ്മതം ദേവാൻ പ്രത്യുദ്യമം ചക്രുർദുർമദ ആദതായിനഃ. ദേവാചാര്യൻ ദേവന്മാരെ ഉപേക്ഷിച്ചിരിക്കുന്ന വർത്തമാനം അറിഞ്ഞുടനെ ദുരഹങ്കാരികളായ അസുരന്മാർ ശുക്രാചാര്യരുടെ സമ്മതം വാങ്ങി ആയുധപാണികളായി പുറപ്പെട്ടു വന്ന് ദേവന്മാരോട് യുദ്ധം ചെയ്തു. തൈർവിസൃഷ്ടേഷു ബിസ്തീഷ്ണൈർ നിർഭിന്നാംഗോരുബാഹവഃ ബ്രഹ്മാണം ശരണം ജഗ്മു സഹേന്ദ്രാനദകന്ധരാഹ. അസുരന്മാരുപയോഗിച്ച മൂർച്ചയുള്ള ബാണങ്ങളേറ്റ് ദേവന്മാരുടെ ശിരസ്സുകൾ, ഉദരങ്ങൾ, തുടകൾ, കൈകൾ എന്നീ അവയവങ്ങൾക്ക് മുറിവേറ്റു തുടങ്ങിയപ്പോൾ ലജ്ജയാൽ തലതാഴ്ത്തിയും കൊണ്ട് ഇന്ദ്രാദി ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. താം സ്തദാഭ്യർത്ഥിതാൻ വീക്ഷ്യ ഭഗവാൻ ആത്മഭൂരജഃ കൃപയാ പരയാ ദേവ ഉവാച പരിസാന്ത്വയൻ. അസുരന്മാരാൽ അപ്രകാരം ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്ന ദേവന്മാരെ കണ്ടു. സാക്ഷാൽ പരമാത്മാവിൽ നിന്ന് ഉദ്ഭവിച്ചതുകൊണ്ട് ജ്ഞാനാദി ഷഡ്ഗുണ സമ്പന്നനായ ബ്രഹ്മദേവന് സംഗതികളെല്ലാം ദേവന്മാർ പറയാതെ തന്നെ മനസ്സിലായി. പരമകാരുണ്യമുണ്ടായി. അവരെ സമാശ്വസിപ്പിച്ചും കൊണ്ട് പറഞ്ഞു. ബ്രഹ്മോവാച അഹോബദസുരശ്രേഷ്ഠ ഹ്യഭദ്രം വകൃതം മഹത് ബ്രഹ്മിഷ്ടം ബ്രാഹ്മണം ദാന്തം ഐശ്വര്യാനാഭ്യദന്തത. സത്വഗുണശാലികളായ ഹേ ദേവന്മാരെ, ഇതെന്തൊരാശ്ചര്യമാണ്! എത്ര കഷ്ടമായ പ്രവൃത്തിയായിരിക്കുന്നു! എന്തുകൊണ്ടാണോ ബ്രാഹ്മണകുലജാതനും കാര്യകാരണ സംഘാതങ്ങളായ ഇന്ദ്രിയങ്ങളെ വശീകരിച്ച് സർവാത്മാവായ ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിച്ചവരിൽ ഉത്തമനുമായ ആചാര്യനെ ഐശ്വര്യമതനിമിത്തം നിങ്ങൾ ബഹുമാനിക്കാതിരുന്നത്? അത് മഹത്തായ അമംഗളമായിട്ട് പരിണമിച്ചിരിക്കുന്നു. സത്വഗുണശാലികളായ നിങ്ങൾക്ക് ഈ വിധം മോഹം ബാധിച്ചത് ഈശ്വര മായാവിലാസം എന്നേ പറയുവാനുള്ളൂ. തസ്യായ മനയസ്യാസീത് പരേഭ്യോ വാ പരാഭവഃ പ്രക്ഷീണേഭ്യ സ്വവൈരിഭ്യ സമൃദ്ധാനാം ചയത് സുരാഹ. അല്ലയോ ദേവന്മാരെ, നിങ്ങളോട് സ്വതേ വൈരമുള്ളവരും നന്നേ ക്ഷീണിച്ചിരിക്കുന്നവരുമായ ശത്രുക്കളിൽ നിന്ന് മഹാസമൃദ്ധന്മാരായ നിങ്ങൾക്ക് പരാജയം നേരിട്ടത് ആചാര്യനെ ബഹുമാനിക്കാതിരുന്ന അപരാധത്തിൻ്റെ പരിണാമമാണ് എന്നറിഞ്ഞുകൊള്ളുവിൻ. മഘവന്ധ്യുഷദ പശ്യ പ്രക്ഷീണാൻ ഗുർവതി ക്രമാത്
സംപ്രത്യുപചിതാൻ ഭൂയഃ കാവ്യമാരാധ്യ ഭക്തിദഃ ആദധീരൻ നിലയനം മമാമി ഭൃഗുദേവതാഃ. ഗുരുവിൻ്റെ അനുഗ്രഹവും ശാപവും ശിഷ്യന്മാരുടെ അഭിവൃദ്ധിക്കും നാശത്തിനും കാരണമാണെന്ന് ദൃഷ്ടാന്തപൂർവം കാട്ടിക്കൊടുക്കുന്നു. ഹേ മഗവൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഗുരുനിന്ദ നിമിത്തം ക്ഷീണം ബാധിച്ചു. ക്ഷീണിച്ചു കിടക്കുന്ന നിങ്ങളുടെ ശത്രുക്കളായ അസുരന്മാർക്കോ അവരുടെ ആചാര്യനായ ശുക്രനെ ഭക്തിപൂർവം ആരാധിച്ചതുകൊണ്ട് അഭിവൃദ്ധിയുമുണ്ടായി. ശുക്രനെ ഈശ്വരനായി കരുതിയിരിക്കുന്ന അവർ എൻ്റെ സ്ഥാനത്തെ കൂടി ആക്രമിക്കുവാൻ സമർത്ഥന്മാരാകുന്നു. ത്രിവിഷ്ടഭം കിം ഗണയന്ത്യഭേദ്യ മന്ത്ര ഭൃഗുണ മനുശിഷ്ടിതാർത്ഥാഃ ന വിപ്രഗോവിന്ദഗവീശ്വരാണാം ഭവന്ത്യഭദ്രാണി നരേശ്വരാണാം. ശുക്രാചാര്യൻ്റെ ഉപദേശത്തെ കാര്യമായി ഗണിച്ചിരിക്കുന്നവരും അന്യരാൽ ഭേദിപ്പിക്കപ്പെടുവാൻ കഴിയാത്ത മന്ത്രബലത്തോടുകൂടിയവരും നിങ്ങളുടെ ശത്രുക്കളുമായ അസുരന്മാർ നിങ്ങളുടെ സ്ഥാനമായ സ്വർഗത്തെ ആക്രമിക്കുന്നതിൽ മടിക്കുമോ? ബ്രാഹ്മണർ, ശ്രീഹരി, പശുക്കൾ ഇവരെ ഈശ്വരഭാവേന സേവിക്കുന്ന രാജാക്കന്മാർക്ക് മാത്രം അമംഗളങ്ങൾ ബാധിക്കുകയില്ല, മറ്റുള്ളവർക്ക് കഷ്ടം നേരിടും. തദ്വിശ്വരൂപം ഭജദാശു വിപ്രം തപസ്വിനം ത്വാഷ്ട്രമദാത്മവന്തം സഭാജിതോർത്താൻ സവിദാസ്യ ദേവോ യദി ക്ഷമിഷ്യദ്വമുദാസ്യ കർമ്മ. അതുകൊണ്ട് ത്വഷ്ടാവിൻ്റെ പുത്രനും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചിരിക്കുന്നവനും അതിനു മതിയായ തപസ്സു ചെയ്തവനുമായ വിശ്വരൂപൻ എന്ന ബ്രാഹ്മണനെ കാലതാമസം കൂടാതെ നിങ്ങൾ ആശ്രയിക്കുവിൻ. അവൻ അസുരപക്ഷപാതമുള്ളവനെന്ന ദോഷത്തെ വിചാരിക്കാതെ ആരാധിക്കുന്ന പക്ഷം അവൻ നിങ്ങളുടെ മനോരഥങ്ങൾ സാധിപ്പിക്കും. ശ്രീ ശുക ഉവാച. തയേവ മുദിതാ രാജൻ ബ്രഹ്മണ വിഗതജ്വരാഃ ഋഷിം ത്വാഷ്ട്രമുപവ്രജ്യ പരിഷ്വജ്യേതമബ്രുവൻ. ശ്രീ ശുകമുനി അരുളി ചെയ്തു, ഹേ രാജൻ, ഇപ്രകാരം ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ദേവന്മാർക്ക് ദുഃഖശാന്തിയുണ്ടായി. ഉടനെ അവർ ശാന്തസ്വഭാവനായ വിശ്വരൂപൻ്റെ അരികത്ത് ചെന്ന് സ്നേഹത്തെ പ്രകാശിപ്പിച്ച് ആലിംഗനം ചെയ്തും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ദേവാവൂജുഹു വയം തേദിദയപ്രാപ്ത ആശ്രമം ഭദ്രമസ്തുതേ കാമസമ്പാദ്യതാം താത പിതॄണാം സമയോജിതഃ. ദേവന്മാർ പറഞ്ഞു, ഹേ വത്സ, അതിഥികളായ ഞങ്ങൾ നിൻ്റെ ആശ്രമത്തിൽ വന്നിരിക്കുന്നത് യാചകന്മാരായിട്ടാണ്. ഒരു കാര്യം ആവശ്യപ്പെടുന്നവരാണ്. നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിൻ്റെ പിതൃക്കളായ ഞങ്ങളുടെ കാലോചിതമായ മനോരഥം നീ സാധിപ്പിക്കണം. പുത്രാണാം ഹി പരോ ധർമ്മഃ പിതൃശുശ്രൂഷണം സദാ അഭിപുത്രവധാം ബ്രഹ്മൻ കിമുദ ബ്രഹ്മചാരിണാം. പുത്രന്മാർ നല്ല ഗുണവാന്മാരായിരിക്കുന്ന പക്ഷം പിതൃക്കളെ ശുശ്രൂഷിക്കുന്നത് തന്നെയാണ് അവരുടെ പരമധർമ്മം. അവർക്കും പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടെങ്കിൽ കൂടി പിതൃശുശ്രൂഷ പരമധർമ്മമായിരിക്കെ കല്യാണം കഴിക്കാതെ ബ്രഹ്മചാരികളായി തന്നെ ഇരിക്കുന്ന പുത്രന്മാർ പിതൃക്കളെ ശുശ്രൂഷിക്കണമെന്ന് പറയണമോ? ബ്രഹ്മജ്ഞാനായ നിന്നോട് ഒന്നും പറയണമെന്നില്ലല്ലോ. ആചാര്യോ ബ്രഹ്മണോ മൂർത്തി പിതാമൂർത്തി പ്രജാപതേഹേ ഭ്രാത മരുത്പതേർമൂർത്തിർമാതാ സാക്ഷാത് ശ്രീതേസ്തനുഹു. പിതൃക്കളും അതിഥികളുമായ ഞങ്ങളുടെ മനോരഥം സാധിപ്പിക്കേണ്ടത് നിന്റെ മുറയാണെന്നുറപ്പിക്കുവാൻ പൂജ്യന്മാരുടെ സ്വരൂപത്തെ നിരൂപിക്കുന്നു. ഉപനയനം കഴിപ്പിച്ച് വേദം പഠിപ്പിക്കുന്ന ആചാര്യൻ വേദത്തിൻ്റെ പ്രത്യക്ഷമായ സ്വരൂപം, ജനകൻ ബ്രഹ്മാവിൻ്റെ സ്വരൂപം, ജ്യേഷ്ഠൻ ഇന്ദ്രൻ്റെ സ്വരൂപം, മാതാവ് ഭൂമിദേവിയുടെ സാക്ഷാൽ സ്വരൂപം. ദയായ ഭഗിനി മൂർത്തിർ ധർമ്മസ്യാത്മാതിഥി സ്വയം അഗ്നേരഭ്യാഗതോ മൂർത്തി സർവഭൂതാനി ചാത്മനഃ. സഹോദരി ദയയുടെ സ്വരൂപം, അതിഥി ധർമ്മത്തിൻ്റെ ശരിയായ സ്വരൂപം, അഭ്യാഗതൻ അഗ്നിയുടെ സ്വരൂപം, സകല പ്രാണിവർഗങ്ങൾ ആത്മാവിൻ്റെ സ്വരൂപം. അറിയപ്പെട്ട ഒരാൾ ഗൃഹത്തിൽ വന്നിരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ അതിഥിയെന്നും അറിയപ്പെടാതിരിക്കുന്ന ഒരുവനാണ് ഗൃഹത്തിൽ വന്നിരിക്കുന്നതെന്നാൽ അദ്ദേഹത്തെ അഭ്യാഗതനെന്നും പറയുന്നു. ഇവർ രണ്ടുപേരും ഏതോ ചില കാര്യങ്ങൾ സാധിക്കേണ്ടതിനായിട്ടാണ് ഗൃഹത്തിൽ വന്നിരിക്കുന്നത്. തസ്മാത് പിതॄണാമാർത്താനാം ആർത്തിം പരപരാഭവം തപസാപനയം സ്ഥാത സന്ദേശം കർത്തൃമർഹസി. മേൽപ്പറഞ്ഞ ന്യായപ്രകാരം ആചാര്യാദികൾ ഉപാസ്യന്മാരായിരിക്കയാൽ ഹേ വത്സ, ദുഃഖിതന്മാരും നിന്റെ പിതൃക്കളുമായ ഞങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് നേരിട്ടിരിക്കുന്ന പരാജയം നിമിത്തമുള്ള ദുഃഖത്തെ നിന്റെ തപശക്തി കൊണ്ട് നശിപ്പിക്കുകയും ഞങ്ങൾക്ക് സമുചിതമായ ഉപദേശം തരികയും ചെയ്യുവാൻ നീ യോഗ്യനാകുന്നു. വൃണീമഹേ ത്വാപാധ്യായം ബ്രഹ്മിഷ്ടം ബ്രാഹ്മണം ഗുരും യഥാഞ്ജസാ വിജേഷ്യാമഹ സപത്നാം സ്തവ തേജസ. ജന്മന ബ്രാഹ്മണനായിരിക്കുന്നവൻ എല്ലാവർക്കും ഗുരുവായിരിക്കാൻ യോഗ്യനാകുന്നു.
നീയാകട്ടെ ബ്രഹ്മജ്ഞാനികളിൽ ഉത്തമനുമായിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ ഗുരുവായിട്ട് വരിക്കുന്നു. നിന്റെ തേജസ് കൊണ്ട് ഞങ്ങൾ ശത്രുക്കളെ അനായാസേന ഏതുവിധമായാൽ ജയിക്കുമോ ആ വിധം ഞങ്ങൾക്ക് ഉപദേശം ചെയ്യണം. നഗർഹന്തി ഹർത്തേഷു യവിഷ്ടാംഗ്രഭിവാദനം ഛന്ദോഭ്യോന്യത്രന്ന ബ്രഹ്മൻ വയോജ്യേഷ്ഠ്യസ്യ കാരണം. ഞാൻ നിങ്ങളുടെ സഹോദരപുത്രനായതുകൊണ്ട് നിങ്ങൾ ജ്യേഷ്ഠന്മാരും ഞാൻ കനിഷ്ഠനുമായിരിക്കെ എന്നെ നിങ്ങൾ ആചാര്യനായി വരിക്കുന്നത് ഉചിതമോ? ശിഷ്യന്മാർ ആചാര്യപാദം വന്ദിക്കണമല്ലോ. ജ്യേഷ്ഠന്മാരായ നിങ്ങൾ കനിഷ്ഠനായ എൻ്റെ പാദവന്ദനം ചെയ്യുന്നത് ഉചിതമോ എന്ന് ശങ്കിക്കേണ്ട. കാര്യസാധ്യത്തിനു വേണ്ടി ജ്യേഷ്ഠന്മാർ കനിഷ്ഠപാദവന്ദനം ചെയ്യുന്നതിൽ കുറ്റമില്ലെന്ന് വൃദ്ധന്മാർ പറയുന്നുണ്ട്. എന്നു മാത്രമല്ല, ജ്യേഷ്ഠഭാവം തന്നെ വയസ്സിനെ ആശ്രയിച്ചിരിക്കുന്നില്ല, വേദജ്ഞാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനാൽ വേദജ്ഞനായ നീ തന്നെയാണ് ജ്യേഷ്ഠൻ. വയസ്സധികമുള്ള ഞങ്ങളല്ല ജ്യേഷ്ഠന്മാർ. അതുകൊണ്ട് നിന്നെ ഗുരുവായി വരിക്കുന്നതിൽ വിരോധമിരിക്കുന്നില്ല. ഋഷിരുവാച അഭ്യർത്ഥിതസുരഗണൈഃ പൗരോഹിത്യേ മഹാതപാഃ സവിശ്വരൂപസ്ഥാനാഃ പ്രസന്നശ്ലക്ഷണയാ ഗിരാ. ശ്രീ ശുഗഋഷി അരുളി ചെയ്തു, ദേവന്മാർ ഇപ്രകാരം പുരോഹിതനായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഹാതപസ്വിയായ ആ വിശ്വരൂപൻ സന്തുഷ്ടനായിട്ട് അവരോട് മൃദുവായ വാക്കോടുകൂടി പറഞ്ഞു. വിശ്വരൂപ ഉവാച വിഗർഹിതം ധർമ്മശീലൈർബ്രഹ്മവർച്ച ഉപവ്യയം കഥം നു മദ്വിതോ നാദ ലോകേശൈരഭിയാജിതം പ്രത്യാഖ്യാശ്രിതി തച്ഛൃഷ്യ സയേവ സ്വാർത്ഥ ഉച്യതേ. വിശ്വരൂപൻ പറഞ്ഞു, ഹേ നാഥന്മാരെ, ഞാൻ നിങ്ങളുടെ ശിഷ്യനാകുന്നു. നിങ്ങൾക്കെന്നെ ശാസിപ്പാൻ അധികാരമുണ്ട്. പൗരോഹിത്യത്തെ ധർമ്മശീലന്മാരായ സജ്ജനങ്ങൾ നിന്ദ്യമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മതേജസ് പൗരോഹിത്യം നിമിത്തം ക്ഷയിച്ചു പോകും. എങ്കിലും ലോകേശ്വരന്മാരായ നിങ്ങളുടെ പ്രാർത്ഥനയെ എന്നെപ്പോലെയുള്ള ഒരു ശിഷ്യൻ എങ്ങനെ നിരാകരിക്കും? നിങ്ങളുടെ പ്രാർത്ഥനയെ തിരസ്കരിക്കുവാനുള്ള ഭയത്താൽ ഞാൻ സ്വീകരിക്കുന്നു. ഗുരുഭൂതന്മാരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ് ശിഷ്യൻ അനുഷ്ഠിക്കേണ്ട സ്വന്തം കാര്യം എന്ന് ശാസ്ത്രം ഉപദേശിക്കുന്നു. അഖിഞ്ചനാനാം ഹി ധനം ശിലോഞ്ചനം തേനേഹ നിവർത്തിത സാധു സത്ക്രിയഃ കഥം വിഗർഹ്യം നു കരോമ്യതീശ്വരാഃ പൗരോധസംഹൃഷ്യതി യേന ദുർമതിഃ. പൗരോഹിത്യം ധനാഗമത്തിന് കാരണമല്ലയോ? ധനം കൊണ്ട് സത്കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യാമല്ലോ. അതിനാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കരുതോ എന്നുള്ള ആകാംക്ഷയ്ക്ക് സമാധാനം. ധനഹീനന്മാരായ താപസന്മാർക്ക് ശിലോച്ചനം തന്നെ ധർമ്മ്യമായ ധനം. കണ്ടങ്ങളിൽ കൊഴിഞ്ഞു വീണിരിക്കുന്ന ധാന്യങ്ങളെ പെറുക്കിയെടുക്കുന്നതാണ് ശിലം. അങ്ങാടിത്തെരുവുകളിൽ വീണ് കിടക്കുന്ന ധാന്യാദികളെ പെറുക്കിയെടുക്കുന്നത് ഉച്ചനം. ഈ രണ്ട് വൃത്തികളാൽ സിദ്ധിക്കുന്ന ധാന്യാദികൾ കൊണ്ട് ഗൃഹത്തിൽ വരുന്ന സാധുക്കളുടെ നേരെ ചെയ്യേണ്ടതായ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ നിന്ദ്യമായ പൗരോഹിത്യത്തെ എങ്ങനെ സ്വീകരിക്കും? ഇതിൻ്റെ ദോഷത്തെ അറിയുവാൻ ശക്തനല്ലാത്ത വിഷയാസക്തൻ പുരോഹിത സ്ഥാനലാഭത്താൽ സന്തോഷിക്കുന്നു. തഥാപിന പ്രതിബ്രൂയാം ഗുരുഭി പ്രാർത്ഥിതം കിയത് ഭവതാം പ്രാർത്ഥിതം സർവം പ്രാണൈരർത്ഥൈശ്ച സാധയേ. തേജോഹാനികരമായ പൗരോഹിത്യം നിന്ദ്യമാണെങ്കിലും ഗുരുഭൂതന്മാരായ നിങ്ങൾ പ്രാർത്ഥിച്ച ഈ ചെറുകാര്യത്തെ ഞാൻ നിഷേധിച്ചു പറയുന്നില്ല. ഇതുമാത്രമല്ല, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതൊരു കാര്യവും എത്ര തന്നെ വലുതായിരുന്നാലും എൻ്റെ പ്രാണങ്ങൾ കൊണ്ടും അർത്ഥങ്ങൾ കൊണ്ടും ഞാൻ സാധിപ്പിക്കുന്നുണ്ട്. ശ്രീ ശുക ഉവാച തേഭ്യേവം പ്രതിശ്രുത്യ വിശ്വരൂപോ മഹാതപാഃ പൗരോഹിത്യം വൃതശ്ചക്രേ പരമേണ സമാധിന. ശ്രീ ശുഗമുനി അരുളി ചെയ്തു, മഹാതപസ്വിയായ വിശ്വരൂപൻ അവരോടിപ്രകാരം പ്രതിജ്ഞ ചെയ്തപ്പോൾ ആ ദേവന്മാർ അവനെ പുരോഹിതനായിട്ട് വരിച്ചു. ഭഗവാൻ അവർക്ക് മംഗളം നൽകട്ടെ എന്നുള്ള ഏകാഗ്ര ഭാവത്തോടുകൂടി പുരോഹിത കർമ്മത്തെ അംഗീകരിച്ചു. സുരദ്യുഷാം ശ്രിയം ഗുപ്താമൗശനസ്യാഭിവിദ്യയാ ആഛിദ്യാദാന്മഹേന്ദ്രായ വൈഷ്ണവ്യ വിദ്യയാ വിഭുഃ. ശുക്രാചാര്യൻ്റെ വിദ്യാശക്തിയാൽ സംരക്ഷിക്കപ്പെട്ടതായിരുന്നുവെങ്കിലും അസുരന്മാരുടെ ഐശ്വര്യത്തെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സമർത്ഥനായിരിക്കുന്ന വിശ്വരൂപൻ വൈഷ്ണവി വിദ്യ കൊണ്ട് ആകർഷിച്ച് ദേവേന്ദ്രനു നൽകി. യയാ ഗുപ്തസഹസ്രാക്ഷോ ജിഗ്യേ സുരചമൂർവിഭുഃ താം പ്രാഹ സമഹേന്ദ്രായ വിശ്വരൂപ ഉദാരധീഃ. പരാനുഗ്രഹത്തിൽ തത്പരയായ ബുദ്ധിയോടുകൂടിയ വിശ്വരൂപൻ അസുരസൈന്യങ്ങളെ ജയിപ്പാൻ ഇന്ദ്രനെ സമർത്ഥനാക്കി തീർക്കുന്നതായ
നാരായണ കവചം എന്ന മന്ത്രത്തെ മഹേന്ദ്രന് ഉപദേശിച്ചു. 7-ാമത്തെ അധ്യായം സമാപിച്ചു. 8-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരിയോം.